സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിൽ തന്നെയാണ്. കാരണം തന്റെ ശത്രുക്കൾ പുറത്തല്ല, വീട്ടിനകത്ത് തന്നെയാണെന്നുള്ള സത്യം അവൾ തിരിച്ചറിയുന്നു. തന്റെ മനസ്സിലെ സങ്കടങ്ങളോ മറ്റോ ഒന്ന് അറിയിക്കാൻ പോലും ആരും തന്നെയില്ല. എന്തായാലും നന്ദനാവട്ടെ ഇസബലയുടെയും കെവിന്റെയും വാക്ക് കേട്ട് ദേവികയുമായിട്ട് വളരെയധികം മോശപ്പെട്ട രീതിയിൽ തന്നെ തർക്കത്തിലാവുകയാണ്. ഈ ഒരു പ്ലാന്റിന് അനുമതി കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മരിക്കുമെന്ന്, പിന്നീട് നമ്മൾ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ദേവികയെ ഭീഷണിപ്പെടുത്തി സൈൻ ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയിലാണ് നന്ദൻ. ദേവികയാണെങ്കിൽ ആ ഒരു ഭീഷണിയിൽ വീണു പോകുന്നുണ്ട്. മാത്രമല്ല പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ നൊന്ത് പ്രസവിച്ച മകനാണ് നന്ദൻ, അവന്റെ വിഷമം കാണാനായിട്ട് എനിക്ക് ആവില്ല. നീ എത്രയും പെട്ടെന്ന് അതൊന്ന് ഒപ്പിട്ട് കൊടുക്കണം. ഇനി നീ ആയിട്ട് ചന്ദ്രോത്ത് വീടിന്റെ സമാധാനം കളയരുത് ദേവിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ കാല് പിടിക്കുന്നു. ഈ സമയം ദേവികയാണെങ്കിൽ ആകെ മാനസിക സംഘർഷത്തിൽ ആവുന്നുണ്ട്. പിന്നീട് അവസാനം ദേവിക ആ ഒരു കാര്യത്തിന് മുതിരെയാണ്. അതായത് നാടിന് തന്നെ ഭീഷണിയാവുന്ന കെ ഗ്രൂപ്പിന്റെ മാലിന്യ പ്ലാന്റിൽ സൈൻ ചെയ്യുന്നു, അനുമതി കൊടുക്കുന്നു. അതോടുകൂടിയിട്ട് അസുര കൂട്ടങ്ങൾക്ക്, അതായത് ഈ ശത്രുക്കൾക്ക് സന്തോഷാവുന്നുണ്ട്. ഇസബല്ലയാവട്ടെ അത് ആഘോഷമാക്കുന്നുണ്ട്. അങ്ങനെ ആ കെ നായർ ഇസബല്ലയ്ക്കുള്ള പ്രതിഫലമായിട്ട് ഒരു ബാഗ് പണമൊക്കെ ആയിട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് ശരിയാക്കി തരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഇസബല്ല നീ പുലിയാണെന്നൊക്കെ പറയുമ്പോ ആ പുകയത്തുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതിന് പുറകെ ഒരുപാട് പ്രയത്നമുണ്ട്, അധ്വാനമുണ്ട്, അത് മറക്കണ്ട. അതുകൊണ്ട് ലാഭത്തിന്റെ ഒരു വിഹിതം അതെനിക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഇസബല്ല ആരാണെന്ന് അറിയും. ഇത്ര പെട്ടെന്ന് അനുമതി നേടിത്തരാൻ എനിക്ക് കഴിയുമെങ്കിൽ അത് ഇല്ലാതാക്കാനും എനിക്ക് കഴിയും, അത് താൻ ഓർത്തു വെച്ചോ എന്നൊക്കെ ഇസബല്ലയാണെങ്കിൽ തിരിച്ച് ഭീഷണിപ്പെടുത്തണം. അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ തുക എത്തിച്ചിരിക്കും എല്ലാ മാസവും. അത് മതി. എന്തായാലും ഇസബല്ലയാണെങ്കിൽ ഒരു കള്ള നാടകത്തിലൂടെ ആ ഒരു കാര്യം നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ദേവികയാവട്ടെ വലിയൊരു മാനസിക സംഘർഷത്തിലേക്കാണ് പോകുന്നത്. കാരണം അവളെ കാത്തിരിക്കുന്നത് ഒരുപാട് കുത്തുവാക്കുകളും ചോദ്യങ്ങളും ഒക്കെ തന്നെയാണ്. അതിലുപരി അഴിമതിക്കാരി എന്നുള്ള പേരും ജനങ്ങൾ തന്നെ ദേവിക പുകഴ്ത്തിയ നാവുകൊണ്ട് അഴിമതിക്കാരി എന്നുള്ള പേര് കൊടുക്കാൻ ഇനി സമയം കുറച്ച്. എന്തായാലും മുരളിയെ കാണാനായിട്ട് നന്ദൻ പോകുന്നുണ്ട്. നിന്നോട് ഞാൻ അന്ന് പൊട്ടിത്തെറിച്ചു, മോശപ്പെട്ട രീതിയിൽ പെരുമാറി, എന്നോട് ക്ഷമിക്കണടാ, എന്റെ ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോ നീ എന്നോട് കൂടുതൽ വിവരിക്കണമെന്നില്ല നന്ദൻ. എന്തൊക്കെ പറഞ്ഞാലും ദേവികയെ നീ ചതിച്ചു. ആർക്കോ വേണ്ടി, നീ എന്തിനോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. സ്വന്തം ഭാര്യയുടെ വിഷമം പോലും മനസ്സിലാക്കാതെ. ദേവിക എനിക്ക് എന്റെ പെങ്ങളെ പോലെയാണ്. ആ പെങ്ങളെ കുറിച്ചാണ് നീ അനാവശ്യം പറഞ്ഞിട്ട് പോയത്. ഇന്ന് അവളെ നീ വേദനിപ്പിച്ചു. അത് പിന്നെ എനിക്കറിയാം ദേവിക ഇപ്പോ എന്നേക്കാൾ കൂടുതൽ വിഷമത്തിലാണെന്ന്. എങ്കിലേ എന്നോട് കൂടുതലൊന്നും നീ സംസാരിക്കണ്ട, നിന്റെ ഭാര്യയുടെ കാര്യമല്ലേ, ഞാനതിൽ ഇടപെടാൻ ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുരളിയാണെങ്കിൽ ഒഴിഞ്ഞു മാറുകയാണ്. നന്ദനാണെങ്കിൽ സത്യത്തിൽ ബന്ധങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്, കെവിനും ഇസബലയ്ക്കും ഒക്കെ വേണ്ടിയിട്ട്. അതിലുപരി ഋഷിയുടെ കേസ്. അങ്ങനെ ദേവികയാണെങ്കിൽ പലതും പ്രതീക്ഷിച്ചുകൊണ്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ അവളുടെ ക്യാബിനിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ഗിരീഷ് ആവട്ടെ ഈ ഒരു കാര്യം അറിയാണ്, കെ നായരുടെ പ്ലാന്റേഷനിൽ ദേവിക സൈൻ ചെയ്തു എന്ന്. അത് കേട്ട് അവനാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ദേവിക എവിടെയെന്ന് ഇങ്ങനെ പ്രഭാവതിയോട് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ ഇല്ലെന്ന് പറയുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥൻ സാറിനെ കാണണമെന്നും വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഗിരീഷ് പറയുന്നു. സിദ്ധു വരുന്നുണ്ട്. സാറേ ഇതെന്ത് പണിയാ കാണിച്ചത്? നിങ്ങളുടെ പാർട്ടിക്കാർ ഇത്ര മോശപ്പെട്ട രീതിയിൽ പെരുമാറുമെന്ന് ഒരിക്കലും കരുതിയില്ല, പ്രത്യേകിച്ച് ദേവിക. എന്ത് പറ്റി? ആ കെ പ്ലാന്റേഷൻ ഇവിടെ വരുന്നത് സാർക്ക് താല്പര്യമുള്ള കാര്യമാണോ? ഒരിക്കലും അല്ല. അതിന് ദേവിക ഒരിക്കലും ഒപ്പും വെക്കില്ല. MLA ഒപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ അങ്ങോട്ട് കയറി ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ, എന്നാലേ കേട്ടോ, ഇനി മരുമകൾ ഒപ്പ് വെക്കേണ്ട താമസമൊന്നുമില്ല, ഒപ്പ് വെച്ചു കഴിഞ്ഞു. ഇത് കേട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്തായാലും സിദ്ധുവും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ദേവിക ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ദേവികയുടെ കാര്യം പറയേണ്ടതില്ല. സിദ്ധാർത്ഥന്റെ വാക്കുകൾക്ക് മുന്നിൽ ദേവിക ഇനി പതറിപ്പോകുന്ന നിമിഷങ്ങൾ തന്നെയാണ്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.